എല്ലാവർക്കും നമസ്കാരം. LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. 2024 ഏപ്രിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന NIOS SSLC +2 വിദ്യാർത്ഥികളുടെ പബ്ലിക് തിയറി പരീക്ഷയുടെ ഡേറ്റ് ഷീറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ പബ്ലിക് തിയറി പരീക്ഷയുടെ ടൈം ടേബിൾ NIOS ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. സോ 2024 ഏപ്രിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ NIOS SSLC +2 വിദ്യാർത്ഥികളും ഉടൻ തന്നെ NIOSന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഡേറ്റ് ഷീറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ടൈം ടേബിൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന സബ്ജക്റ്റുകളുടെ അടിസ്ഥാനത്തിൽ എന്നാണ് നിങ്ങളുടെ തിയറി എക്സാമുകൾ നടക്കുന്നത് എന്നുള്ള ഡേറ്റുകൾ നിങ്ങൾ ഉറപ്പുവരുത്തുക. അതോടൊപ്പം തന്നെ പബ്ലിക് തിയറി പരീക്ഷയുടെ ടൈം അല്ലെങ്കിൽ സമയം എപ്പോഴാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. പബ്ലിക് തിയറി പരീക്ഷയ്ക്ക് പോകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് വിദ്യാർത്ഥികളുടെ കയ്യിൽ നിങ്ങൾ കരുതേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ്. എങ്കിലും ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ പബ്ലിക് തിയറി പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ്, അതോടൊപ്പം തന്നെ നമ്മളുടെ NIOSന്റെ ID കാർഡ് പ്ലസ് നിങ്ങളുടെ എന്തെങ്കിലും ഒരു ID പ്രൂഫ്, അതായത് ആധാർ കാർഡ് ആണെങ്കിൽ അത്രയും നല്ലത്. ഇത്രയും കാര്യങ്ങളും വേണം നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. 2024 ഏപ്രിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ NIOS SSLC +2 വിദ്യാർത്ഥികളും ഉടൻ തന്നെ നമ്മുടെ NIOSന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങളുടെ ടൈം ടേബിൾ ഡൗൺലോഡ് ചെയ്തെടുത്തതിന് ശേഷം നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന സബ്ജക്റ്റുകളുടെ അടിസ്ഥാനത്തിൽ എന്നാണ് നിങ്ങൾക്ക് പരീക്ഷ എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ടൈം ടേബിൾ കിട്ടുന്നില്ലാത്തവർ നിങ്ങൾ ആ ഒരു ലിങ്ക് വഴി നിങ്ങളുടെ ടൈം ടേബിൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ മുൻപിൽ അധികം ദിവസങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. നന്നായിട്ട് പഠിക്കുക, നല്ല രീതിയിൽ പഠിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. വരാൻ പോകുന്ന 2024 ഏപ്രിലെ പരീക്ഷ എന്ന് പറയുന്നത് നമ്മുടെ NIOSന്റെ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ തന്നെ പുതിയ ചോദ്യപേപ്പറിന്റെ അടിസ്ഥാനത്തിലും പുതിയ സിലബസ് ഒക്കെ അടിസ്ഥാനത്തിലുള്ള ആദ്യത്തെ പബ്ലിക് എക്സാമിനേഷൻ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിലാണ് നല്ലൊരു പ്രതീക്ഷ കൊടുക്കുന്ന. നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനിയും പഠിച്ചു തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ടൈം ടേബിൾ ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നോക്കി നിങ്ങൾ നന്നായിട്ട് പഠിക്കുക കേട്ടോ. മൊഡ്യൂൾ അനുസരിച്ചും അതുപോലെ തന്നെ ചാപ്റ്ററിന്റെ ആ ഒരു മാർക്കിന്റെ ഇതൊക്കെ അനുസരിച്ചൊക്കെ വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. അത് ആ ഒരു രീതി ഫോളോ അപ്പ് ചെയ്തു പോയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധ്യമാവുകയുള്ളൂ. അതല്ലാതെ 38 ചാപ്റ്റർ ആണെങ്കിൽ ആ 38 ചാപ്റ്റർ ഇരുന്ന് കാണാതെ പഠിച്ചിട്ട് ഒരു കാര്യമില്ല. മൊഡ്യൂളും അതിന്റെ വെയിറ്റേജും നോക്കി വേണം നിങ്ങൾ പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ 2024 ഏപ്രിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ NIOS SSLC +2 വിദ്യാർത്ഥികൾക്കും നന്നായിട്ട് പരീക്ഷ എഴുതാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നിർത്തുന്നു. നമ്മുടെ LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിലെ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ട്യൂഷൻ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പുതിയ അഡ്മിഷൻസിന് വേണ്ടിയിട്ടോ സ്പെഷ്യൽ ട്യൂഷൻസിന് വേണ്ടിയിട്ടോ താല്പര്യമുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നിർത്തുന്നു. NIOSനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.